Hi students, അപ്പോൾ നമുക്ക് നമ്മുടെ spherical polar coordinatesലേക്കാണ് പോകുന്നത്. Before that, എനിക്ക് തോന്നുന്നത് വെച്ചാലേ രണ്ട് പ്രോബ്ലം റൈറ്റ് ഞാൻ ഈ ഒരു ലെക്ചറിൽ ചെയ്ത് കാണിക്കാം. ഫൈൻ, അതിനുശേഷം അങ്ങോട്ട് പോകുന്നതായിരിക്കും നന്നാവും. ഓക്കെ, എനിവേ നമ്മൾ 3 തിയറങ്ങളാണ് കഴിഞ്ഞ ഒരു ലെക്ചറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് തിയറം ഇറ്റ്സ് ഫോർ ഗ്രേഡിയൻസ്. ഓക്കെ, പിന്നെ ഡൈവേർജൻസിന്റെ തിയറം പറഞ്ഞിട്ടുണ്ട്, കേളിന്റെയും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അതിൽ 2 പ്രോബ്ലം ഞാൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും നല്ല സമയം ഉണ്ടാവും. സമയമുണ്ട്. മൂന്നാമത്തെ കേളിന്റെ തിയറത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. വാട്ട് എവർ. നൗ ലിസൺ, ഹിയർ ഐ ഹാവ് ഗിവൺ യു എ പ്രോബ്ലം. Is this: let t equal to xy square and take point A to be the origin. Okay, origin ആണ് നിങ്ങളുടെ പോയിന്റ് A. Okay, and it is 0. origin എന്ന് പറഞ്ഞാൽ അവിടെ x ഉം y ഉം z ഉം ഒക്കെ എന്താണ് 0 ആണ്. Okay, right, and point B is 2 1 0. this point, this is 2 1 0. ഓക്കെ, അതങ്ങനെ എഴുതിയില്ലെങ്കിലും നമുക്കതിൽ വ്യക്തമാണ്. ഇവിടെ സെറ്റ് കോർഡിനേറ്റ് വരുന്നില്ല, അതുകൊണ്ട് സെറ്റ് പാർട്ട് രണ്ടും 0 ആണ്. ഓക്കെ, എക്സ് ഈസ് 2 ആൻഡ് വൈ ഈസ് 1. ഓക്കെ, അപ്പൊ അത് ചിത്രത്തിൽ വ്യക്തമാണ്, ഇവിടെ തന്നില്ലെങ്കിലും നമുക്കറിയാം. ഓക്കെ, സോ വാട്ട്. ഓക്കെ, നൗ കം ടു ദി പോയിന്റ്. ചെക്ക് ദി ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ്. ഓക്കെ, യു ഹാവ് ഗിവൺ എ സ്കേലാർ ഫംഗ്ഷൻ t equal to xy square. So let me take it and write down here t equal to xy square. Right, this is square. Now you asked to prove fundamental theorem for gradients. So I will write down the general form or the what is fundamental theorem. You must remember that, and I will write it down here. ശരിയാ നോക്കിയാൽ മതി. ഇവിടെ integral step ആയിട്ട് എഴുതുന്നത് പോലെ. Right, you remember the story of Eiffel Tower? Yes, the gradient of t dot dl എന്ന് വെച്ചാൽ a മുതൽ b വരെ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും? ഫംഗ്ഷൻ t യുടെ b ലെ വാല്യൂ മൈനസ് ഫംഗ്ഷൻ t യുടെ a ലെ വാല്യൂ ചെയ്താൽ മതി അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഫിഗറിൽ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ LHS A to B ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ഒറിജിനിൽ ഈ പോയിന്റ് ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ സർ? അപ്പൊ ഇന്റഗ്രേഷൻ പ്ലസ്, പിന്നെ ഇവിടെ മുതൽ ബി വരെ ഞാൻ എന്ത് ചെയ്യും? ഫംഗ്ഷൻ കാണും, del t dot dl കാണും. ഓക്കെ, സോ മൊത്തം ഇവിടെ മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഇവിടെ മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ A to B ഈ ഒരു ഇന്റഗ്രേഷൻ കിട്ടും. റൈറ്റ്, and of course that will be equal to നമ്മൾ തെളിയിക്കണം. എന്തിന് ഈക്വൽ ആണെന്ന്? a ല് ഫംഗ്ഷന്റെ t യുടെ വാല്യൂ കാണാം, b ല് t യുടെ വാല്യൂ കാണാം. അത് വെരി സിമ്പിൾ, ബിക്കോസ് യു x ഉം y ഉം സെറ്റും x y z തന്നിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ t of a യും കിട്ടും, t of b യും കിട്ടും. റൈറ്റ്, അത് നമുക്ക് വേണം ഇപ്പൊ തന്നെ പറയാം. t of b എത്രയാ? b എന്ന് പറഞ്ഞ പോയിന്റ് x is 2, y is 1, z is 0. x y square, x എത്രയാ? 2, 2 into y എത്രയാ? 1, 1 square, 2 into 1 square 2. അപ്പൊ t of b 2 ആണ്. 2 minus t of a എത്രയാ? 3 പൂജ്യമല്ലേ, അപ്പൊ 0. 2 minus 0 2. അപ്പോ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 2 ന്ന് കിട്ടിയാൽ നമ്മുടെ തിയറം പ്രൂവ്ഡ് ആയി. ഓക്കെ, സോ ലെറ്റ് us find out. I am going to calculate this integral. In order to calculate this integral, I need to find first del t. Okay, what was del t? That is del t. Del t equal to I dot t by dot x plus j cap dot t by dot y plus k cap dot t by dot z. Okay, അപ്പോൾ ഇതാണ് ഇതിന്റെ del t. ഇപ്പോൾ നമുക്ക് നോക്കാം. t എടുത്തിട്ട് ഇവിടെ ഓരോന്ന് കൊടുക്കാം. എനിവേ t ല് z ഇല്ലാത്തതുകൊണ്ട് dot t by dot z 0 ആണ്. അപ്പോൾ ഈ ടേം എന്തായാലും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ടേം എന്തായാലും 0 ആണ്. ഓക്കെ, റൈറ്റ്. നൗ del t equal to I cap dot t by dot x. ഇതിനെ x ചെയ്യണം. x ചെയ്യുമ്പോൾ y square കോൺസ്റ്റന്റ്, അപ്പോൾ y square into x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 1 ആണ്. സോ ഇറ്റ് ഈസ് y square.
ഓക്കെ, നമുക്ക് ഈ ഐ ക്യാപ്പിനെ പുറകിലിടാം. നമ്മൾ അങ്ങനെ എഴുതിയില്ല ശീലം. സോ വൈ സ്ക്വയർ ഐ ക്യാപ്പ് പ്ലസ് ഡോ ടി ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ്പാ. ഇനി വൈയില് ഡെറിവേറ്റീവ് എടുക്കണം. ഇതിനെ വൈയിലെടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റന്റാ. വൈയിലെടുത്താൽ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ 2y ആണ്. സോ ആ 2നെ ഫ്രണ്ടിലിട്ട് y j cap. Okay, so this is the del t. ഇനി നമുക്ക് del t dot dl കാണാം. Okay, അതിന് dl എന്താണെന്ന് അറിയണം. What was dl? dl എന്തായിരുന്നു? Yeah, dx I cap plus dy j cap plus dz k cap on dl. Let so from here you can find out del t dot dl. നോക്കൂ, ഇവിടെ തന്നെ കാണാം del t dot dl. എന്താണ് del t dot dl? What is del t dot dl? Say dot product അല്ലേ, അപ്പോൾ സെയിം കമ്പണബിൾ മൾട്ടിപ്ലൈ ആണ്. y square dx പ്ലസ് അടുത്ത j യുടെ ഇവിടെ k യുടെ കമ്പണന്റ് മേലില്ലാത്തതുകൊണ്ട് dz ന്റെ കമ്പണന്റ് ഇവിടെ ഉണ്ടാവില്ല. 2xy into dy. റൈറ്റ്. സോ del t dot dl കിട്ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ മേലത്തൊക്കെ മായ്ച്ചോട്ടെ. ഓക്കെ, del t dot dl അവിടെ ഉണ്ട്. ഓക്കെ, now നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് അല്ലേ. അപ്പോൾ ആദ്യം ഒന്നാമത്തെ പാത്ത് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ഒന്നാമത്തെ പാത്തിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് എക്സ് ആക്സിസും കൂടെ പോകുന്നത്. അപ്പോൾ y എന്താ 0 ആണ്. സോ ഫോർ പാത്ത് 1 y equal to 0. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ del t ഡോട്ടില് y 0 ആകുമ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് കംപ്ലീറ്റ്ലി 0. റൈറ്റ്. ഇതെങ്ങനെ 0 ആണ്? del t ഡോട്ട് dl yക്ക് 0 കൊടുക്കുന്നത്. ഇത് 0. ഇവിടെയും y ഉണ്ട്, അപ്പോൾ 0. അപ്പോൾ del t ഡോട്ട് dl 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇംപ്ലൈസ് ഫ്രം a to ഈ പോയിന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 0 to x എത്രയാ പോകുന്നത്? x ആക്സിസിലൂടെ പോകുന്നത് 2 ആണ്. del t dot dl ഇതിങ്ങനെ 0 to എന്താ, നമുക്ക് ഇവിടെ dx dy ഒക്കെ ഉണ്ട്. ബട്ട് നമുക്ക് പാത്ത് ഒന്നും ഇടാം. ഇതെന്താണ് 0 ആണെങ്കിൽ അല്ലേ, del t dot dl y 0 ആയതുകൊണ്ട് ഈ പാത്തിൽ y 0 ആയതുകൊണ്ട് ഈ ഇന്റഗ്രേഷൻ എന്തായി 0 ആയി. നോ പ്രോബ്ലം. ഇനി നമുക്ക് രണ്ടാമത്തെ പാത്ത് നോക്കാം. രണ്ടാമത്തെ പാത്തില് എന്താണ്? യെസ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പാത്തിലൂടെ പോകുമ്പോൾ y വാല്യൂ ചേഞ്ച് ചെയ്തിട്ടും x ചേഞ്ച് ചെയ്യുന്നില്ല. ഈ പാത്തിൽ എല്ലാ സ്ഥലത്തും x എത്രയാ 2 ആണ്. ഓക്കെ, x 0 അല്ലേ. ഈ പാത്തില് x ആക്സിസിന്റെ മേലെ കൂടെ പോകുന്നതിനെ കൊണ്ടാ y 0 ആയത്. ഇത് നേരെ കുത്തനെയാണ് പോകുന്നത്, അതുകൊണ്ട് x കോൺസ്റ്റന്റ് ആയിരിക്കും, 0 എന്നല്ല. ആ x എത്രയാ? ഈ പാത്തിൽ സെക്കൻഡ് പാത്തിൽ x എത്രയാ 2 ആണ്. സോ x ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ dx എത്രയാ? x ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ dx 0 അല്ലേ. അപ്പൊ അങ്ങനെയാണ് del t dot dl നോക്ക്. y square dx 0 ആകുമ്പോൾ ഇത് 0 ആയി. ഇനി x 2 ആണ്. അപ്പൊ 2 into 2 4y dy എന്നാവും അല്ലേ del t dot. സോ ഇന്റഗ്രൽ ഇൻ സെക്കൻഡ് പാത്ത് ആണ്. del t dot dy എന്താണ്? 4y dy ആണ്. റൈറ്റ്. ഇനി സെക്കൻഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഈ പാത്തിലാണ്. ഇവിടെ y മാത്രമേ ഉള്ളൂ. y വേരി ചെയ്യുന്നതിനടുത്തും വരിക y ഇവിടെ 0 ആണ്, ഇവിടെ എത്രയാണ് 1 ആണ്. അപ്പോൾ y യുടെ ലിമിറ്റ് കൊടുക്കാം 0 to 1. ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 4 into y യുടെ ഇന്റഗ്രൽ y square by 2 from 0 to 1. 4 into ഇവിടെ 1 കൊടുത്താൽ 1/2, 0 കൊടുത്താൽ 0 ആണ്. അപ്പോൾ -0 1/2 തന്നെ. 4 into 1/2 2. Okay, so now tell me ഇവിടെ മുതൽ ഇവിടം വരെ 0 ആണ്, ഇവിടെ മുതൽ ഇവിടം വരെ 2 ആണ്. അപ്പൊ ഇന്റഗ്രൽ a to b del t dot dl എത്രയാണ്? ഇവിടം വരെയുള്ള 0 പ്ലസ് ഇവിടം വരെയുള്ള 2 ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് 2. അതിനൊക്കെ 2 എന്ന് കിട്ടിയത് ഞാൻ ഏതാ സാരിയില്ല, ബട്ട് ദിസ് പാർട്ട് ഈസ് 2. എങ്ങനെ?
ഞാൻ എ മുതൽ ബി വരെ ഇതാ ഈ പാത്തിലാണ് പോകുന്നത്. എനിക്ക് ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്, അതിലെ പോവാല്ലേ. ബട്ട് ഞാൻ പോകുന്ന വഴി ഇതാ ഈ ഒന്നാമത്തെ കൂടെ പോയി രണ്ടാമത്തെ കൂടെ പോയി. ഓക്കെ, അപ്പൊ ഒന്നിലൂടെ പോകുമ്പോ ഈ ഇന്റഗ്രേഷൻ എത്രയാണ്? 0 ആണ് കിട്ടിയിട്ടുണ്ട്. രണ്ടിലൂടെ പോകുമ്പോ ഇന്റഗ്രേഷൻ എത്രയാണ്? 2 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ a to b എത്രയായിരിക്കും? 0 plus 2 അല്ലെ? ഈ പാത്തിൽ എത്ര? 2 ആണ്. അപ്പൊ എത്രയാണ്? 2 ആണ്. ഇനി ടി ബി മൈനസ് ടി കണ്ടോക്കാം. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? ടി ബി ഫംഗ്ഷന്റെ ടിയുടെ ബിയിലെ വാല്യൂ, ബി എന്ന് പറഞ്ഞാൽ 210. അപ്പൊ 2 into 1 square 1. അപ്പൊ 2 into 1 2 മൈനസ് എ എന്ന് പറഞ്ഞാൽ എല്ലാം 0 ആയ, ഇവിടെ 0 കൊടുത്ത 0 2. നോക്ക്, ശരിയല്ലേ? അപ്പൊ ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയന്റ് തെളിയിച്ചില്ല നമ്മള്. ഇങ്ങനെ സ്റ്റെപ്പായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ച റിസൾട്ട് തന്നെയാണ് നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ആ എൻഡ് പോയിന്റ് സബ്സ്ട്രാക്ട് ചെയ്തപ്പോഴും കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ എൻഡ് പോയിന്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ? ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയന്റ് എന്താണ്? ആ ഇന്റഗ്രേഷൻ എന്താണ്? ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഈ ഇന്റഗ്രേഷൻ റിസൾട്ട് ഈ എൻഡ് പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 1 കൂടെ പോയി 2 കൂടെ പോയി ബിയിലെത്തിയാലും എവിടെ തുടങ്ങിയിട്ട്? എ തുടങ്ങിയിട്ട് നേരെ എന്ന് നമുക്ക് എടുക്കാം. നേരെ എ തുറന്ന് ഇങ്ങനെ ബിയിലെത്തിയാലും ആ പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ഈ പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, കിട്ടിയ ഉത്തരത്തിൽ 2 ആയിരുന്നു. ഓക്കെ, എനിക്ക് നോക്കാം പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ടു ബി ഈ പാത്ത് ഐ വിൽ നെയിം ഇറ്റ് ആസ് 1 2 3. ഓക്കെ, അപ്പൊ പാത്ത് 3യിലൂടെ ഏത് ബിയിലേക്ക് എത്തിയാലും 2 തന്നെ ഉത്തരം കിട്ടണം. ഷാൽ വി ചെക്ക്? യെസ്. ഡെൽ ടി ഡോട്ട് ഡി എൽ എന്തായിരുന്നു? അതാദ്യം പറ. ഓക്കെ, ഡെൽ ടി ഡോട്ട് ഡി എൽ എന്തായിരുന്നു? ഓർമ്മ? y സ്ക്വയർ എഴുതി വെച്ചിട്ടുണ്ട്. dx പ്ലസ് ഇവിടെ നേരത്തെ മാച്ച് ചെയ്യുന്നത് 2xy dy. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു പാത്തിന്റെ പ്രത്യേകത. ഇവിടെ x1 ആവുമ്പോ y ഹാഫ്, x2 ആവുമ്പോ y 1 എന്ന് പറഞ്ഞാൽ y ന്റെ വാല്യൂ എപ്പോഴും x ന്റെ പകുതിയാണ്. x2 ആവുമ്പോ y 2/2 1 ആണ്. കറക്റ്റ് അല്ലേ? അവിടുന്ന് ഒരു കാര്യം മനസ്സിലാവല്ലോ, dy എന്താ കിട്ടുക? 1/2 dx എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഈ രണ്ട് കാര്യം കൂടെ കൊടുത്താൽ ഇങ്ങനെ ചെറുതായിട്ടേ വാട്ട് യു ഒബ്റ്റെയിൻ? del t dot dl equal to y square dx. y equal to x/2. അപ്പൊ ഇതിന്റെ സ്ക്വയർ, അപ്പൊ x²/4 dx plus 2xy into dy. y എന്ന് പറഞ്ഞാൽ x/2 അല്ലേ? അപ്പൊ 2x into y ക്ക് വരെന്ത് കൊടുക്കാം? x/2. ഓക്കെ, into dy. dy എന്താ? half dx. ഓക്കെ, സോ del t dot dl എന്താ വരിക? 1/4 x² dx. 1/4 x² dx പ്ലസ് ഇവിടെ 4 ബാക്കി ഒരു ഹാഫ് ഉണ്ടാവും അല്ലേ? 1/2 x into x x² dx. ഓക്കെ, അപ്പൊ ഇതൊന്ന് കൂട്ടിയാട്ടെ. x² dx x² dx അത് 4 പ്ലസ് അര 3/4. അപ്പൊ 3/4 x² dx അല്ലെ? ഏഴ് മനസ്സിലായില്ലേ? ഇവിടെ 2 x² dx ആണ്, x² dx ആണ് പുറത്തെടുത്തു. ബാക്കി 4ഉം അരയും കൂട്ടുക 3/4 അല്ലേ? അപ്പൊ 3/4 x² dx ആണ് del t dot dl. ഇനി നമുക്ക് എന്ത് ചെയ്യണം? you need to integrate from a to b del t dot dl equal to integral del t dot dl എത്രയാ? 3/4 x² dx. ഓക്കെ, ഇനി ഈ പാത്തില് dx നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ x ന്റെ വേരിയേഷൻ എത്രയാ? ഇവിടെ x 0 ആണ്, ഈ പോയിന്റ് x 2 ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് x ൽ മാത്രമായിരുന്നു 0 to 2. ഇത് എത്ര വരും? ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യട്ടെ. 3/4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. x² dx ന്റെ ഇന്റഗ്രേഷൻ എന്താ? x³ by 3 ലിമിറ്റ് കൊടുക്ക്.
limit എന്താ 0 to 2. This is equal to 3/4 into 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യൂബ് 2 8 ആണ് 8/3. ഓക്കെ മൈനസ് 0 കൊടുത്താൽ 0 അപ്പോൾ 8/3 തന്നെ. 3 ക്യാൻസൽ അപ്പോൾ 8/4. 8/4 2. So this was the answer we obtained earlier by going this way, first path and second path. Okay, അപ്പോൾ A ന്ന് B യിലേക്ക് ഞാൻ നേരത്തെ ഒന്നാമത്തെ വഴി കൂടി പോയി രണ്ടാമത്തെ വഴി കൂടി പോയി. അന്നേരം ഇവിടെ 0 ഇവിടെ 2. അപ്പോൾ ടോട്ടൽ ഇന്റഗ്രേഷൻ 2 ആ കിട്ടിയത്. ഇപ്പൊ ഞാൻ ഈ മൂന്നാമത്തെ വഴി കൂടെ പോയി അപ്പോഴും 2 ആ കിട്ടിയത്. That means this integration integral A to B del T dot dl is path independent. Clear അല്ലേ? നമുക്ക് ആ ഫണ്ടമെന്റൽ തിയറം ഇക്വേഷൻ നമുക്കറിയാം. It only depends on the end points. Okay, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ ഫണ്ടമെന്റൽ തിയറം ശരിയാണെന്ന് തെളിയിച്ചു. ഈ ഭാഗം 2 ആണെന്ന് മനസ്സിലായി, ഈ ഭാഗം 2 ആണെന്ന് മനസ്സിലായി. ഇനി ഈ ഭാഗം തന്നെ രണ്ട് പാത്ത് കൂടെ പോയി, ഈ പാത്തും നേരിട്ടുള്ള പാത്തും. ഓക്കെ രണ്ടും സെയിം ആണ്, 2 ആണെന്ന് മനസ്സിലായി. സോ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് ആൻഡ് വി പ്രൂവ് ദാറ്റ് തിയറം. ഹായ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. Check the divergence theorem. ഞാൻ പറഞ്ഞു അത് ചെക്ക് ചെയ്യേണ്ടത്. You have given a vector function y square I cap plus 2xy plus z square j cap plus 2yz k cap. For this unit cube, length 1 ആയിട്ടുള്ള ഒരു ക്യൂബ് ആണ്. എല്ലാ സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ ക്യൂബ് നേരത്തെ എടുത്തിരുന്നു, അടിയത്തെ ഇന്റഗ്രേഷൻ അവിടെ കണക്കാക്കിയിട്ടില്ല. റൈറ്റ്, എനിവേ ഇവിടെ എല്ലാ വസ്തുവിന്റെയും ഈ സർഫേസ് ആണ് 1, അതിന്റെ ഓപ്പോസിറ്റ് 2. ഓക്കെ ഇത് 3, അതിന്റെ ഓപ്പോസിറ്റ് ഇത് 4, മേലത്ത് 5, ബോട്ടം 6. അങ്ങനെ 6 സർഫേസുകളുണ്ട്. അങ്ങനെ ഒരു ക്യൂബ് യൂണിറ്റ് ആണ്, ലെങ്ത് 1 ആണ്. ഓക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഡൈവേർജൻസ് തിയറം ശരിയാണ് നോക്കണം. ഡൈവേർജൻസ് തിയറം എന്തായിരുന്നു? വോളിയം ഇന്റഗ്രൽ del dot to v d tau equal to closed surface integral v dot d. റൈറ്റ്, ഇത് ശരിയാണ് നോക്കണം. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടും കണ്ടിട്ട് ഈക്വൽ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ശരിയാണ്. ഓക്കെ നൗ ഈ ഒരു ഒറ്റ കാര്യം ഈ മൊത്തം ക്ലോസ്ഡ് ഇന്റഗ്രൽ v dot d കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 സർഫേസുകളുള്ളത് ആ ഒരു ക്ലോസ്ഡ് സർഫേസിന് അല്ലെ 6 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഓരോ ഭാഗത്തും നിങ്ങൾ എന്ത് ചെയ്യുക? v dot d ഇന്റഗ്രൽ v dot d കാണുക. ഫോർ ഫസ്റ്റ് സർഫേസ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്. ആ മൊത്തം കൂട്ടിയാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയല്ലോ അല്ലേ? ഈ ഒരു സർഫേസിന്റെ ഇന്റഗ്രൽ സർഫേസിന്റെ v dot d കണ്ടു, സെക്കൻഡ് കണ്ടു, അങ്ങനെ എല്ലാ സർഫേസും കണ്ട് ആഡ് ചെയ്താൽ ആ ഒരു ക്യൂബിന്റെ മൊത്തം ക്ലോസ്ഡ് സർഫേസിന്റെ ഈ ഇന്റഗ്രേഷൻ ആയല്ലോ അല്ലേ? അപ്പൊ അതൊരു ലെങ്ത് സ്റ്റെപ്പ് ആയിരിക്കും. ഓരോ 6 ഇന്റഗ്രേഷൻ ഞാൻ ചെയ്തിട്ട് മൊത്തം കൂട്ടിയാലാണ് ഇത് കിട്ടുക. ഓക്കെ സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് ദിസ്. ഓക്കെ ഇത് വേഗം കഴിയും. ഡെൽ ഡോട്ട് വി കാണണം ആദ്യം. ഡെൽ നമുക്കറിയാം, ഇത് ഡോട്ട് ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ ഐഡി വൈ സ്ക്വയർ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ. എക്സിലാ ചെയ്യുന്നത്, വൈ അവിടെ ഫംഗ്ഷൻ 0. രണ്ടാമത്തെ ജെന്റെ ഇവിടെ ഇത് ഇതിന്റെ വൈയിലാ ചെയ്യേണ്ടത്. ഡോ ബൈ ഡോ വൈ ഓഫ് ഈ കമ്പണന്റ് എന്നാ വരിക. അതെന്താ വരിക പറ? ഡോ ബൈ ഡോ വൈ ഓഫ് ഇതാണ്. അപ്പൊ 2x കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താ 1 ആണ്. അപ്പൊ 2x. അപ്പൊ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ 2x. ഇവിടെ ഇത് y എടുത്ത 0 ആയി പോയി. അടുത്ത ഡോ ബൈ ഡോ സെറ്റ് ഓഫ് 2yz. അപ്പൊ 2y ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെറ്റ് എന്താ 1 ആണ്. അപ്പൊ പ്ലസ് 2y. ഓക്കെ അപ്പൊ അതാണ് ഡെൽ ഡോട്ട് വി. 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ക്ലിയർ? നൗ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽ ഡോട്ട് വി ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ വോളിയം ഇന്റഗ്രൽ ഈക്വൽ ടു, ശ്രദ്ധിക്കുക ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? dx dy dz ആണ്. അപ്പൊ അങ്ങനെ കൊടുക്കാം നമുക്ക്. ഡീറ്റോ എന്ന് പറഞ്ഞാൽ dx dy dz. സോ ഐ ക്യാൻ സ്പ്ലിറ്റ് ദിസ്. ഓക്കെ അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. dx കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും ട്രിപ്പിൾ ഇന്റഗ്രൽ ആണ്. നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ 3 ഇന്റഗ്രേഷൻ ഉണ്ടാവും. ഒന്ന് എക്സിൽ, ഒന്ന് വൈ, ഒന്ന് സെന്റിൽ. എല്ലാം 0 to 1 ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ ആദ്യം ഞാൻ എക്സിൽ ചെയ്യാം.
Okay, അപ്പോൾ 0 to 1 2 into x plus y dx find out ചെയ്യാം. Okay, that's equal to എന്താ പറയുക 2 പുറത്തെടുത്താൽ x ന്റെ ഇന്റഗ്രൽ അപ്പോൾ x square by 2 plus y into എന്ത് വരും y dx ന്റെ ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ y കോൺസ്റ്റന്റ് പുറത്തെടുത്തു dx ഇന്റഗ്രേഷൻ x വരും. ഓക്കെ, ലിമിറ്റ് 0 to 1 ഒന്ന് കൊടുത്താട്ടെ 2 കോമൺ ആയിട്ട് പുറത്തുണ്ട് ബ്രാക്കറ്റിൽ 1 കൊടുത്താൽ 1/2 പ്ലസ് y 1 കൊടുത്താൽ 1/2 പ്ലസ് y 1/2 പ്ലസ് y 0 കൊടുത്താൽ 0 മറ്റൊന്നുമില്ലല്ലോ. യെസ്, 2 ഉള്ളിലേക്ക് എടുത്താൽ 2 into half 1 അപ്പോൾ 1 plus 2y. അപ്പോൾ x ന്റെ പാർട്ട് ചെയ്തപ്പോൾ 1 plus 2y കിട്ടി. ഓക്കെ ഓക്കെ, അപ്പോൾ x ന്റെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അടുത്തത് അപ്പോൾ നമുക്ക് ചെയ്തത് dx ചെയ്തു, അടുത്തത് dy ചെയ്യണം. ഏത് ഈ x ചെയ്ത് കിട്ടിയ ഈ റിസൾട്ടിനെ dy ചെയ്യണം. സോ ഇന്റഗ്രൽ 0 to 1 ആണ് y, 0 to 1 dy ഇവിടെ ഉണ്ട്. ഇത് ചെയ്ത് കിട്ടിയത് 1 plus 2y ആണ്. 1 plus 2y into dy. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രേഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into dy. ആ ഇന്റഗ്രേഷൻ എന്താ dy ഇന്റഗ്രേഷൻ എന്താ y ആണ്. ഓക്കെ, ലിമിറ്റ് കൊടുത്താൽ അത് 0 to 2 വരും പ്ലസ് 2y into dy അതിന്റെ ഇന്റഗ്രേഷൻ അല്ലേ. 2y യുടെ ഇന്റഗ്രേഷൻ എന്താ 2 into y യുടെ ഇന്റഗ്രേഷൻ y square by 2 ആണ്. ഓക്കെ, ഈക്വൽ ടു 0 to 1 അല്ലേ, സോറി 0 to 1 ലിമിറ്റ് 1 y 1 കൊടുത്താൽ 1 മൈനസ് 0 0. യെസ്, ഓക്കെ, പ്ലസ് ഇവിടെ 1 കൊടുത്താൽ 1/2 2 into 1/2 1 0 കൊടുത്താൽ 0 ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ y യുടെ പാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം 2 ആണ്. ഞാൻ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം x ന്റെ ചെയ്തു, ഇപ്പോൾ y ന്റെ ചെയ്തു. ഇനി ആരെ ചെയ്യാൻ ബാക്കിയുള്ളത് z ന്റെ. ദാറ്റ് ഈസ് എ ഫൈനൽ ഇന്റഗ്രേഷൻ. നോക്കിക്കോളൂ, അപ്പോൾ ലാസ്റ്റ് ഇന്റഗ്രേഷൻ ഇതാ ഇന്റഗ്രൽ ഇതാണ്. ഇപ്പോൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ 0 to 1 ഈ രണ്ട് ലൈനുകൾ dz ആണ് ചെയ്യേണ്ടത്. മൊത്തം x ലും y ലും ചേർത്ത് കിട്ടിയത് ഒരു 2 എന്നുള്ള വാല്യൂ ആണ്. ആ 2 കൊടുത്തു into dz. ഓക്കെ, അപ്പോൾ 2 into dz ഇന്റഗ്രേഷൻ ഇത് 2 ആണ്. z 0 to 1 ഇവിടെ 1 കൊടുത്താൽ 1 minus 0 1 ആണ്. അപ്പോൾ 2 into 1 equal to 2. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എത്രയാണ് 2. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് വോളിയം ഇന്റഗ്രേഷന്റെ ഈ ഒരു പാർട്ട് കിട്ടിയത് 2 എന്ന് പറയുന്ന ആൻസർ ആണ്. വി ഗോട്ട് ദിസ് പാർട്ട് ആസ് 2. നമുക്ക് ഇനി അപ്പുറത്തെ പാർട്ട് ചെയ്തിട്ട് 2 തന്നെ കിട്ടുമോ നോക്കാം. അങ്ങനെ ഫണ്ടമെന്റൽ തിയറം എന്തായി ശരിയായി. നോക്കിക്കോളൂ, അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു സർഫേസ് ഇന്റഗ്രൽ ആണ്, ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സർഫേസിനെയും കണ്ട് മൊത്തം കൂട്ടിയ ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ ആയി. അപ്പൊ ആദ്യം ഒന്നാമത്തെ സർഫേസ്. ഓക്കെ, ഈ ഒരു സർഫേസ് അത് YZ പ്ലെയിൻ പാരലലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് DA എന്ന് പറയുന്നത് എന്തായിരിക്കും DY DZ എല്ലാം ഔട്ട്വാർഡ് ആണ് ഏരിയ ഡയറക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് x ആക്സിസ് ആണ്. x. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഈ പ്ലെയിൻ ആണ് എന്റെ ഒന്നാമത്തെ പ്ലെയിൻ. ആ പ്ലെയിനിലെ സ്മോൾ ഏരിയ എന്ന് പറഞ്ഞാൽ DY DZ ആയിരിക്കുമല്ലോ. ഇനി ഈ പ്ലെയിനിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, നേരെ പുറത്തേക്കാ, അതായത് എക്സിന്റെ ഡയറക്ഷനാ എന്ന് പറഞ്ഞാൽ I cap ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, V ഡോട്ട് DA ചെയ്യാം. V ഇതാ ഡോട്ട് DA ചെയ്യുമ്പോൾ ഐയുടെ മാത്രം എടുത്താൽ മതി, y സ്ക്വയർ ഇൻറ്റു ഇതാ വരിക. അപ്പൊ V ഡോട്ട് DA ചെയ്താൽ y സ്ക്വയർ DY DZ. ഇവിടെ ജെയുടെ കെയുടെ കമ്പോണന്റ് ഇല്ലല്ലോ, അപ്പൊ ഇത് രണ്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാ കിട്ടുക. റൈറ്റ്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ y സ്ക്വയർ DY DZ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ dy ചെയ്യണം, എന്നിട്ട് പിന്നെ ചെയ്യണം dz ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, dy ചെയ്യാം. എന്താ വരിക നോക്കാതെ, നമുക്ക് ഇതിപ്പോ രണ്ടെണ്ണം ഇല്ല. അപ്പൊ ഡബിൾ ഇന്റഗ്രേഷൻ കിട്ടും. മുമ്പിൽ y ചേഞ്ചസ് ഫ്രം 0 to 1 ആണ്, z
ചേഞ്ച് 0 to 1 ആണ്, y-യും 0 to 1 ആണ്. ദിസ് ഈക്വൽ ടു ഇതാണ് കിട്ടേണ്ടത്. അപ്പൊ അതിൽ ആദ്യം ഞാൻ ഏത് പാർട്ട് ചെയ്യാം? ഈ പാർട്ട് ചെയ്യാം. ഏത്? 0 to 1 y square dy എന്ത് വരും? y cube by 3 ലിമിറ്റ് 0 to 1 ആണ്. അപ്പൊ 1 കൊടുത്ത 1 by 3 റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഡിവൈയുടെ ഇന്റഗ്രേഷൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? dz-ലെ ഇന്റഗ്രേഷൻ ചെയ്യണം അല്ലേ? സോ ഇന്റഗ്രൽ 0 to 1 dy ചെയ്തപ്പോൾ 1 by 3 കിട്ടിയത്. 1 by 3 dz that's equal to 1 by 3 into dz ഇന്റഗ്രേറ്റ് ചെയ്താൽ z കിട്ടും. ലിമിറ്റ് 0 to 1 ആണ്. 1 minus 0 1 ആണ്. സോ 1 by 3 into 1 1 by 3. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പാർട്ടിന്റെ സർഫേസ് ഇന്റഗ്രൽ 1 by 3 കിട്ടി. രണ്ടാമത്തെ കാണുമ്പോൾ dA കാണണം. സെയിം dy dz വരിക. ബട്ട് രണ്ടാമത്തെ ബേക്കത്ത് ഈ ഏരിയ അല്ലേ, ഡയറക്ഷൻ നേരെ മൈനസ് i ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ മൈനസ് dy dz i ക്യാപ് എന്നാണ് dA വരിക രണ്ടാമത്തെ സർഫേസിന്. ഓക്കെ. എന്നിട്ട് b ഡോട്ട് dA കാണാം. ഡബിൾ ഇന്റഗ്രേഷൻ വരും. ഓക്കെ. dy-യും dz-യും ഇന്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് 0 to 1 കൊടുത്തിട്ട് ഉത്തരം കിട്ടും. ഓക്കെ. അങ്ങനെ എല്ലാം കൂട്ടിയാൽ ഞാൻ എല്ലാം ചെയ്ത ശേഷം അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി 5 സർഫേസിന്റെ കൂടെ കാണണം. അത് ഓരോന്നും പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം. നിങ്ങൾ ശരിയാണോ നോക്കിയാൽ മതി. ഓക്കെ. അത് കൂട്ടി കിട്ടുന്നത് 2 ആണെങ്കിൽ നമ്മുടെ തീരം ശരിയായി. അപ്പൊ ഒന്നാമത്തത് കിട്ടിയത് എത്രയാ? 1 by 3 ആണ്. ഓക്കെ. 1 by 3. നിങ്ങൾക്ക് രണ്ടാമത്തെ കിട്ടും. അപ്പൊ ഒന്നാമത്തെ 1 by 3 ആണ്. രണ്ടാമത്തത് മൈനസ് 1 by 3 ആണ്. മൂന്നാമത്തെ സർഫേസിന് 4 by 3 ആണ്. മൂന്നാണ്. നാലാം സർഫേസിന് മൈനസ് 1 by 3 ആണ്. ഓക്കെ. അഞ്ചാമത്തെ സർഫേസ് 1 ആണ്. ആറാമത്തെ സർഫേസിന് 0 ആണ്. ആറാമത്തേത് 0 ആണ്. ഇനി ക്ലോസ്ഡ് ഇന്റഗ്രൽ കാണണമെങ്കിൽ ഓരോ ഏരിയന്റെ ആഡ് ചെയ്യണം. അപ്പൊ 1 by 3 പ്ലസ് മൈനസ് 1 by 3 0 പ്ലസ് 4 by 3 പ്ലസ് മൈനസ് 1 by 3 പ്ലസ് 1 പ്ലസ് 0. അപ്പൊ എന്താ വരിക? ഇത് രണ്ടും ക്യാൻസൽ ആയി. 4 by 3 1 by 3 കൂട്ടിയാൽ 3 by 3 1 വരും. 1 plus e1 2 2 plus 0 2. So this integration is 2. ഇത് 1 2 3 4 5 6 ആറാണ് കൂട്ടി എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ. അപ്പൊ ഇതില് ഈ ഒരു വാല്യൂ മാത്രമേ ഞാൻ ചെയ്ത് കാണിച്ചുള്ളൂ. ബാക്കി 5 എണ്ണം നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാലേ ഇത് വിശ്വസിക്കാൻ പറ്റും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിനെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്നിട്ട് ഇത് കിട്ടിക്കുക. റൈറ്റ്. അപ്പോ LHS-ഉം RHS-ഉം 2 തന്നെയാണ്. സോ അവർ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഡൈവേർജൻസ് ഈസ് റൈറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം. നിങ്ങൾ ചെയ്തിട്ട് കിട്ടിയില്ല എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഇത് ചെയ്ത സ്റ്റെപ്പ് എനിക്ക് ഫോട്ടോ അയച്ചാൽ മതി. ഞാൻ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. സോ ചെയ്യേണ്ടത് DA കാണുന്നു, ഡിയുടെ ഡയറക്ഷൻ നോക്കുന്നു, എല്ലാം ഔട്ട്വേർഡ് ആണ്. ഓക്കെ. റൈറ്റ്. ഇപ്പൊ നാലാമത്തെ ഇങ്ങോട്ടേക്കാണ്, അഞ്ചാമത്തിന്റെ മേലെയാണ്, ആറാമത്തെ താഴെയാണ്, ഒന്നാമത്തെ ഇങ്ങാണ്, 2 നേരെ അങ്ങോട്ടാണ്, 3 ഇപ്പുറത്തേക്കാണ്. ഓക്കെ. അപ്പോൾ ആ ഡയറക്ഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, DAക്കുള്ള ഡയറക്ഷൻ. ഓക്കെ. എന്നിട്ട് ചെയ്താൽ ഒരു ഉത്തരം ഒരു തെറ്റിപ്പോകില്ല, കറക്റ്റ് ആൻസർ കിട്ടും. ആൻഡ് ചെയ്ത് നോക്കുക. കേളിൻ്റെ എന്തായാലും ഇപ്പോൾ സമയമില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. റൈറ്റ്. സോ താങ്ക് യു.